ഒമാൻ അടുത്തിടെ പ്രഖ്യാപിച്ച 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസ് വിസ ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. നിക്ഷേപകർ, സംരംഭകർ, അന്താരാഷ്ട്ര തലത്തിൽ സഞ്ചരിക്കുന്ന കുടുംബങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഒമാൻ ഗോൾഡൻ റെസിഡൻസി വിസ അവതരിപ്പിച്ചത്. വിവരങ്ങൾ നജ്മ മജീദ് നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. നജ്മ, പറഞ്ഞതുപോലെ തന്നെ ഒമാൻ പ്രഖ്യാപിച്ച ഗോൾഡൻ വിസ വീണ്ടും സജീവ ചർച്ചയാകുകയാണ് ആഗോളതലത്തിൽ. ആർക്കൊക്കെയാണ് ഈ ഗോൾഡൻ വിസ ലഭിക്കുന്നത്? ഒപ്പം തന്നെ ഇതിന്റെ നേട്ടങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് നജ്മ? അനീഷ, നമ്മളൊരു തെല്ല അത്ഭുതത്തോടെ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ GCC കൺട്രീസിലെ ഗോൾഡൻ വിസ നേടുന്ന പ്രമുഖരെ കുറിച്ചൊക്കെ. അത്തരം വാർത്തകൾ നിരന്തരം വരാറുമുണ്ട്. ഇപ്പോൾ ഇതാ ഒമാൻ്റെ ഗോൾഡൻ വിസയും ചർച്ചയാവുകയാണ്. അത് ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആ വിസ നേടാനാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ലക്ഷം റിയാലിന് മുകളിൽ ആസ്തിയുള്ളവർക്കാണ് ആ ഗോൾഡൻ വിസ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ മാനദണ്ഡമാണ്. അത് മറികടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു നേട്ടം കൈവരിക്കുന്നവർക്ക് മാത്രമാണ് ഗോൾഡൻ വിസ ലഭ്യമാകുക. അടുത്തത് ആർക്കാണ് എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ പൂർത്തിയാക്കിയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കുന്നവർക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു റിയൽ എസ്റ്റേറ്റ് യൂണിറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല, ഇൻ്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ പൂർത്തിയാക്കിയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകളുള്ളവർക്കും ഗോൾഡൻ വിസ ലഭ്യമാകും. അടുത്തതായി 2 ലക്ഷം റിയാലിന് മുകളിൽ ബാങ്ക് നിക്ഷേപം ഉള്ളവർക്കാണ്. ഒരു 5 വർഷത്തൊരു സമയ പരിധി പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ലക്ഷം റിയാലിന് മുകളിൽ നിങ്ങൾക്ക് ബാങ്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ, ഒമാൻ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അടുത്തതായി സർക്കാർ വികസന ബോണ്ടുകൾ വാങ്ങിയവർക്കാണ്. സർക്കാരിൻ്റെ ഏതെങ്കിലും വികസന പദ്ധതികളിലെ ബോണ്ടുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അടുത്തത് 50-ലധികം ഒമാനികളെ ജോലിക്ക് നിയമിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം. അത് മറ്റേതെങ്കിലും രാജ്യത്തെ ആളുകളെ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ 50-ലധികം ആളുകൾ ഒമാനികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ സാധിക്കുക. അടുത്തതായി ഒമാൻ്റെ വിദേശ നിക്ഷേപ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഒരു പങ്കാളിയെയോ മുതിർന്ന പ്രൊഫഷണലെയോ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. നിങ്ങൾക്കൊരു കമ്പനിയുണ്ട്, അതൊരു ഒമാൻ്റെ വിദേശ നിക്ഷേപ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന പങ്കാളിയെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലെയോ നിങ്ങൾക്ക് ഈ ഗോൾഡൻ വിസയ്ക്കായി നിർദ്ദേശിക്കാം. അവർക്കും ഈ ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അടുത്തതായി ലിസ്റ്റഡ് ഓഹരികൾ ഉള്ളവർ, 2 ലക്ഷം രൂപയുടെ മുകളിൽ, 2 ലക്ഷം ഒമാനി റിയാലിന് മുകളിൽ ലിസ്റ്റഡ് ഓഹരികൾ ഉള്ളവർക്കും ഒമാൻ്റെ ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അടുത്തതായി ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ ഗോൾഡൻ വിസ ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്നുള്ളതാണ്. മറ്റ് വിസയിൽ നിന്നും എങ്ങനെയാണ് ഈ ഗോൾഡൻ വിസ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് നോക്കുമ്പോൾ വിമാനത്താവളങ്ങളിലും അതിർത്തി പോയിന്റുകളിലും ഫാസ്റ്റ് ട്രാക്ക് ലൈനുകൾ ഉണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് യാത്രയിലേക്ക് കടക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ടൂറിസം മേഖലകൾക്ക് പുറത്ത് അധിക സ്വത്ത് നേടാൻ സാധിക്കും. അതെല്ലാം ഈ ഗോൾഡൻ വിസ ലഭ്യമായാലുള്ള ഗുണങ്ങളാണ്. അടുത്തതായി പ്രാദേശിക സ്പോൺസറുടെ സഹായമില്ലാതെ 3 വീട്ടുജോലിക്കാരെ വരെ നിങ്ങൾക്ക് നിയമിക്കാം. നിങ്ങളുടെ സ്പോൺസറുടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഒമാനിൽ ഒരു സ്ഥാപനം നടത്തുകയാണ്, നിങ്ങൾ അവിടെ ഒരു മുതലാളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറുടെ സഹായം ഇല്ലാതെ തന്നെ 3 വീട്ടുജോലിക്കാരെ നിങ്ങൾക്ക് നിയമിക്കാം എന്നുള്ളതാണ്. അതെല്ലാം ഈ ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ മാത്രം. മറ്റൊന്ന്, ബന്ധുക്കൾക്ക് വിസിറ്റ് വിസ നൽകാൻ സാധിക്കും. അത് സാധാരണ എടുക്കുന്ന വിസിറ്റ് വിസകളുടെ വലിയ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ലോകത്ത് എവിടെ നിന്നും ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷിച്ച് ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നുള്ളതാണ്.